Hi dears, welcome back to my channel. അപ്പോൾ ഇന്നത്തേത് റേഷനരി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. റേഷനരിയുടെ കൂടെ പഴം ചേർത്തിട്ട് കൂടെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവാറുള്ള കുറഞ്ഞ ചേരുവകൾ കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുന്നൊന്നുമില്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇനി നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായ ശേഷം അതിലേക്ക് അരക്കപ്പളവിൽ അരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, വെള്ള ചോറ് വെക്കുന്ന അരിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിന് കുറച്ച് സമയം നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിവിടെ കഴുകിയെടുത്തിട്ടില്ല, ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്തതാണ്. അപ്പോൾ അതുപോലെ തുടച്ചെടുത്താൽ മതി കേട്ടോ, അത് കഴുകിയെടുക്കൊന്നും ചെയ്യരുത്. എന്നിട്ട് ഞാനിവിടെ കുറച്ചധികം സമയം ഇതുപോലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പാനിൽ നിന്ന് അരി മാറ്റിയിട്ട് തണുക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റി വെക്കണം, അല്ലെങ്കിൽ ആ ചൂടിൽ കിടന്നിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിവിടെ നല്ല രീതിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമ്മൾ നേരത്തെ വറുത്തെടുത്ത അരി ചൂടാറിയ ശേഷം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്ക പൊടിച്ചതില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഈ ഒരു സമയത്ത് ഒരു ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു വറുത്ത അരി നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണം. ഇതുപോലെ ഞാനിവിടെ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തരിയൊന്നും ഇല്ലാതെ പൊടിച്ചെടുക്കണം കേട്ടോ. തരികളുണ്ടെങ്കിൽ നമുക്കത് കഴിക്കുന്ന സമയത്ത് കടിക്കുമ്പോൾ കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമാവില്ല. അതുകൊണ്ട് ഒട്ടും തരിയില്ലാത്ത രീതിയിൽ നല്ല പോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഈ ഒരു പൊടിച്ച അരി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ പഴത്തിൻ്റെ കൂട്ടിൽ നിന്ന് കുറച്ച് എടുത്ത് മാറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പഴം 1.5 പഴമൊക്കെ വെച്ചിട്ട് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു പഴത്തിലേക്ക് ഈ ഒരു വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരവിയതാണ്. അതൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. തേങ്ങയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ ടേസ്റ്റും കൂടും. ഇനി ഇവിടെ ഞാൻ മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലൊന്ന് പൊടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അഴുക്കൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ ഒരു അല്പം വെള്ളത്തിൽ ഒന്ന് ശർക്കരപ്പാനി തയ്യാറാക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഞാൻ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ കൈവച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതിവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ബോളാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു വലുപ്പത്തിൽ ഇത് ബോൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ നമ്മൾ എന്നും എണ്ണയിലൊക്കെ പൊരിച്ചെടുത്തിട്ടുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ആരോഗ്യകരമായിട്ടുള്ള പലഹാരങ്ങളും മക്കൾക്ക് തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം. Thank you.